എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് മുതൽ നവരാത്രി ആരംഭിക്കുകയാണ്. ആദിപരാശക്തിയായ ജഗന്മാതാവിൻ്റെ കാരുണ്യം എല്ലാ ജീവജാലങ്ങളിലേക്കും വന്നു ചേരുവാൻ ജഗന്മാതാവിനോട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അശ്വിനത്തിലെ ശുക്ലപക്ഷ പ്രഥമ മുതൽ 9 ദിവസങ്ങളിലായി നവരാത്രി കൊണ്ടാടുന്നു. ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ദേവീ പൂജകൾ പതിവുണ്ട്. വടക്കേ ഇന്ത്യയിലെല്ലാം 9 ദിവസങ്ങളിലായി 9 ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ 3 ദിവസങ്ങളാണ് ആഘോഷിക്കുന്നത്. അഷ്ടമി ദിവസം പൂജവയ്പ്പും ആയുധപൂജയും നടത്താറുണ്ട്. നവമിയിൽ അടച്ചുപൂജയും വിജയദശമി ദിവസം വിദ്യാരംഭവുമായിട്ട് ആഘോഷിക്കുന്നു. വിദ്യാരംഭ ദിവസം ആചാര്യൻ സരസ്വതി ദേവിയെ ആരാധിച്ച് സ്വർണം കൊണ്ട് കുട്ടിയുടെ നാവിലും വിരലുകൊണ്ട് മുമ്പിൽ വച്ചിരിക്കുന്ന അരിയിലും ആദ്യാക്ഷരങ്ങളായ ഹരി ശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതുന്നു. ഏതു പ്രവൃത്തിയുടെയും ആരംഭത്തിൽ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കണമെന്നാണ് വിധി. മഹാവിഷ്ണുവായ ഹരിയും ആദിപരാശക്തിയുടെ തന്നെ അവതാരമായ മഹാലക്ഷ്മിയായ ശ്രീയും നമ്മളെ സംരക്ഷിക്കുന്നു. ഗണപതിയുടെ അനുഗ്രഹത്താൽ വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു. ഇന്ന് ദേവിയെ പൂജിക്കുമ്പോൾ പറയുന്ന ശ്ലോകമാണ് പറയാൻ പോകുന്നത്. ശ്വേതവർണ്ണായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ മഹേശ്വരി പ്രചോദയാത്. നവരാത്രി ദിവസങ്ങളിൽ 9 ദിവസം 9 നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് നോർത്ത് ഇന്ത്യയിലും കർണാടകയിലും ധരിക്കുന്നത്. നവരാത്രിയുടെ ആദ്യ ദിവസമായ ഇന്ന്, അതായത് 22-ാം തീയതി വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. 23-ാം തീയതി ചുമപ്പും, 24-ാം തീയതി റോയൽ ബ്ലൂവും, 25-ാം തീയതി യെല്ലോവും, 26-ാം തീയതി ഗ്രീനും, 27-ാം തീയതി ഗ്രേയും, 28-ാം തീയതി ഓറഞ്ചും, 29-ാം തീയതി പീക്കോക്ക് ഗ്രീനും, 30-ാം തീയതി പിങ്കും, 1-ാം തീയതി പർപ്പിള്. ഇങ്ങനെയാണ് വസ്ത്രധാരണ രീതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ദിന ആശംസകൾ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹവും മനഃശാന്തിയും സമാധാനവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നു.